ഇവിടെ ഒരു സംശയം എഴുതി വെച്ചത്, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാട്ടോ, അറിയുന്നതാണെങ്കിൽ പറയും. നാം ഭഗവാന് നിവേദ്യം അർപ്പിക്കുമ്പോൾ ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം ബ്രഹ്മണേ സ്വാഹ എന്ന് ചൊല്ലാറുണ്ടല്ലോ. ഇവ അഞ്ചും പഞ്ചപ്രാണങ്ങളാണോ? എന്തുകൊണ്ടാണ് നിവേദ്യം അർപ്പിക്കുമ്പോൾ നാം ഇപ്രകാരം ചൊല്ലുന്നത്? ഇത് ശരിക്കും പറയുന്നത് പൊതുവേദിയിൽ ചെയ്യാവുന്ന ഒരു ചോദ്യമാണത്, പൊതുവെ വരാവുന്ന ഒരു ചോദ്യമാണ്. എങ്കിലും മനസ്സിലാക്കുക, നമ്മളിപ്പോൾ അല്പം കഴിഞ്ഞാൽ മണിയടി കേൾക്കണം. കേട്ടാൽ അവിടെ പോയി ഇരിക്കണം, കൈ കഴുകിയിട്ട്, ഇല്ലേ? ഭക്ഷണം കഴിക്കണം. ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു യജ്ഞമാണ്. യജ്ഞനിർവഹണമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അവിടെ നമ്മുടെ ഉള്ളിൽ വൈശ്വാനരാഗ്നിയായി ജ്വലിക്കുന്ന ഭഗവാന് സമർപ്പണം ചെയ്യുകയാണ്. ആ ഭഗവാൻ എന്നിൽ നിന്ന് അഭിന്നനാണ്, ഞാൻ തന്നെയാണ്. ഞാനാകുന്ന ഭഗവാന് പൂജയുടെ ഭാഗമായിട്ട്, യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഹവിരർപ്പണം ചെയ്യുകയാണ് ഞാൻ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പം അവിടെ ഈ ഭാവനയോടുകൂടി ശുദ്ധീകരിച്ച പ്രതലത്തിൽ അന്നം എന്ന് പറഞ്ഞാൽ എന്താണോ കഴിക്കുന്ന ആഹാരം അത് നമ്മൾ സ്ഥാപിക്കുന്നു. യജ്ഞനിർവഹണത്തിൽ ഹോമകുണ്ഡത്തിന് പരിധി കൽപ്പിക്കുന്നു. പൊതുവെ പരിധി കൽപ്പിക്കാറ് ദർഭ കൊണ്ടാണ്, എന്നാൽ പരിധി ജലം കൊണ്ടും കൽപ്പിക്കാം. ഇവിടെ എന്തായാലും ജലം കൊണ്ടാണ് പരിധി കൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് യജ്ഞനിർവഹണത്തിൻ്റെ ഭാവന നമ്മളിൽ വളർത്താൻ വേണ്ടി എന്തെങ്കിലും ചില മന്ത്രങ്ങളെയൊക്കെ ചൊല്ലിക്കൊണ്ടാണത്. ഇന്ന മന്ത്രം എന്ന് മാത്രം പറയുന്നില്ല, ആ യജ്ഞഭാവന ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ എന്താഹാരമാണോ കഴിക്കുന്നത് അതിൻ്റെ ഒരു മണിയെങ്കിലും, ഒരു ധാന്യമെങ്കിലും, ഒരു കണമെങ്കിലും ഓരോ പ്രാവശ്യവും എടുത്ത് ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ അഥവാ വ്യാനായ സ്വാഹ, വ്യാനാണെങ്കിൽ അടുത്തത് ഉദാനായ സ്വാഹ എന്ന ക്രമത്തിൽ പഞ്ചപ്രാണാഹുതികളെ കൊടുക്കണം. അനന്തരം ഓം ബ്രഹ്മണേ സ്വാഹ എന്നുള്ള ഭാവത്തിൽ കഴിക്കുകയും വേണം. അവിടെ നമ്മളിലെ ഏകരൂപത്തിലുള്ള പ്രാണനാണ് വൃത്തിഭേദം കൊണ്ട് പ്രാണാപാന സമാനോദാന വ്യാനന്മാരായി ഇരിക്കുന്നത്. ഈ 5 പേരുടെയും കൂട്ടായ സഹയോഗം ഉണ്ടെങ്കിലേ ഈ യജ്ഞം നടക്കൂ. അതുകൊണ്ട് ഇവർക്ക് ആദ്യം തന്നെ കൊടുത്ത് സന്തോഷിപ്പിച്ച് അനന്തരമാണ് ബ്രഹ്മണേ സ്വാഹ എന്നുള്ള ഭാവത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ അളവിൽ കുറവ് കഴിക്കില്ല, അളവിൽ കൂടുതൽ കഴിക്കില്ല. ഭഗവാന് ഹിതമായതേ കഴിക്കൂ. മതി പറഞ്ഞാൽ ആര് നിർബന്ധിച്ചാലും കഴിക്കില്ല. ദ്വാരപാലകന് ഇഷ്ടമെന്നുള്ളതുകൊണ്ട് അധികം കഴിക്കുമോ? അതില്ല. മനസ്സിലായില്ലോ പറഞ്ഞതിനർത്ഥം? ദ്വാരപാലകൻ അവിടെ നാവാണ്, മൂക്കാണ്. മൂക്ക്, നാക്ക് എന്നിവയ്ക്ക് ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് അധികം കഴിക്കില്ല. വേണ്ടത് ഹിതമായത് കഴിക്കും. അങ്ങനെ യജ്ഞനിർവഹണം ചെയ്യണം. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട വിധാനം. ഇതുപോലെ
തീർത്തും വ്യക്തിഭാവത്തിലാണ് നമ്മൾ ഉപാധിയിൽ ദേവതോപാസന ചെയ്യുന്നത്. വ്യക്തിഭാവത്തിലാണ്. ഉപാധിയിൽ ദേവോപാസന ചെയ്യുക, ക്ഷേത്രം തുടങ്ങിയവയിൽ അങ്ങനെയാണ്. ഇനി അവനവൻ്റെ മറ്റ് ഒരു ദേവ ഉപാസന ചെയ്യുന്ന സ്ഥാനത്തിൽ എന്തെങ്കിലും ഉപാധി, വിഗ്രഹമോ ചിത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാലഗ്രാമമോ ലിംഗമോ എന്തെങ്കിലും സങ്കല്പിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും വ്യക്തിഭാവത്തിലാണ് കാണുന്നത്. ഒരു മനുഷ്യൻ എന്തൊക്കെ ഉണ്ടോ ആ രൂപത്തിലാണ് ഉപാസന ചെയ്യുന്നത്. അവിടെ വിളിച്ചുണർത്തലും ശൗചവും പിന്നെ പല്ല് തേപ്പിക്കലും കുളിക്കലും ഒരു പ്രാഥമികമായിട്ടുള്ളൊരു ഒരു സാധനം കൊടുക്കലും, ബാക്കിയൊക്കെ ഭക്ഷണമൊക്കെ പിന്നെ. ഇപ്പോൾ തൽക്കാലം ഒന്ന് വിശപ്പ് നടക്കാൻ ഒരു ഇച്ചിരി ത്രിമധുരോ അല്ലെങ്കിൽ മലരോ എന്തെങ്കിലും, അത് കഴിഞ്ഞ് പിന്നെ വിസ്തരിച്ചുള്ള ഉപചാരങ്ങളും ഒക്കെ പതിവുണ്ട്. തീർത്തും വ്യക്തിഭാവത്തിലാണ്. അങ്ങനെ പോയി അവസാനം കിടത്തി ഉറക്കണത് വരെ ഉള്ള ചടങ്ങുകളുണ്ട്. വ്യക്തിഭാവത്തിലാണ്, പ്രേമത്തോടു കൂടി, വാത്സല്യത്തോടു കൂടി. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നിവേദിക്കുന്നതും. ഏറ്റവും ശുദ്ധമായ പാത്രത്തിൽ ദ്രവ്യത്തിൻ്റെ വൈപുല്യത്തെക്കാൾ ഉപരി ശുദ്ധഭാവത്തോടു കൂടി, ഭക്തിഭാവത്തോടു കൂടി നിവേദ്യങ്ങളെ തയ്യാറാക്കി ഭഗവാൻ കഴിക്കുന്നു എന്ന ഭാവത്തിൽ ആദ്യം പ്രാണാപാന സമാനോദാന വ്യാനന്മാർക്ക് സമർപ്പണം ചെയ്ത് അനന്തരം ഭഗവാൻ തന്നെ സ്വീകരിക്കുന്നു എന്ന ഭാവത്തിൽ ബ്രഹ്മണേ സ്വാഹ. അത് കഴിഞ്ഞാൽ അവസാനം അമൃതാഭിധാനം വരെ അടച്ചു വയ്ക്കൽ. അഭിധാനം എന്ന് പറഞ്ഞാൽ അടപ്പ്. ഈ അമൃതത്തിൻ്റെ അഭിധാനം അടപ്പിടുന്നു. ഉപസ്തരണം തുറക്കലാണ്. അപ്പോൾ അതിനാണ് ഭാവയാമി രഘുരാമ. അപ്പോൾ എന്നാലും അതൊരു സുഖ ഇല്ലേ? ഭാവയാമി രഘുരാമാണല്ലോ, അത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ തന്നെ കഴിക്കുന്നു എന്ന ഭാവത്തിൽ പ്രാണാഹുതികളെ കൊടുത്ത് ഭഗവാന് കൊടുക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം. അത് ഭഗവാന് നേദിക്കുമ്പോൾ മാത്രം പോരാ, ഈ ഭഗവാന് നേദിക്കുമ്പോഴും വേണം, അവനവൻ കഴിക്കുമ്പോഴും വേണം. അത് ശീലിക്കണം. ഏതെങ്കിലും ആശ്രമങ്ങളിൽ പോകുമ്പോൾ ചെയ്താൽ പോരാ. ആശ്രമങ്ങളിൽ പോകുമ്പോൾ ചെയ്യണവരും വീട്ടിൽ ചെയ്യാതിരുന്നാൽ പിന്നെ എന്തിനാ ആശ്രമത്തിൽ പോകുമ്പോൾ ചെയ്തത്? അതിലർത്ഥമില്ല. ഒരു ശീലം നമ്മൾ ശീലിക്കേണ്ടതാണ്, പാലിക്കേണ്ടതാണ്. വാരി വലിച്ച് നടന്നും കിടന്നും എങ്ങനെയൊക്കെയാണ് കഴിക്കണമെന്ന് കണക്കില്ല. നടന്നിട്ടൊക്കെയാണ് വളരെ രൂപ ഭക്ഷണം കഴിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ എന്ത് തിരക്കാ ഭഗവാനെ! ഓരോരോ റോഡ് സൈഡിൽ ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. നമുക്കൊക്കെ ഒരു ഹോട്ടലിലാണെന്ന് വിചാരിച്ചോളൂ. ഹോട്ടലിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, പരിശോധന ഉണ്ട് എന്നാണ് വെപ്പ്, അല്ലേ? ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഉണ്ടെന്നാ വെപ്പ്. അതുകൊണ്ട് അവിടെ പോയിട്ട് കഴിക്കുന്നത് ശരി. ഇതൊന്നുമില്ല. ഒരുത്തരൊരു കാറും കൊണ്ട് വരികയാണ്, അവിടെ ഒരു ബോർഡ് വയ്ക്കുകയാണ്, ബിരിയാണി 75 രൂപ, ദം ബിരിയാണി 80 രൂപ. ഒരുത്തന്നെ കാറിൽ അതിലെന്തൊക്കെയാണ് വസ്തു ഇട്ടതെന്ന് ആരാ പരിശോധിച്ചേ? ഏതെങ്കിലും ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എന്തെങ്കിലും ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ലേ? ഞാനൊരു പഴം കൊണ്ട വിൽക്കുകയാണെങ്കിൽ, പച്ചക്കറി കൊണ്ട വിൽക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമില്ല. അതുപോലും പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. ഒരു സിസ്റ്റത്തിന് വിധേയമായിട്ട് മാത്രമേ വാങ്ങലും വിൽക്കലും പാടുള്ളൂ. ആ സിസ്റ്റത്തിന് തകരാറുണ്ടെങ്കിൽ അത് തന്നെ ദോഷം. ആ സിസ്റ്റം ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധന ഉണ്ടാവും, ഉദ്യോഗസ്ഥന്മാർ വന്ന് സർട്ടിഫൈ ചെയ്യും, ആ സർട്ടിഫൈ ചെയ്തത് അവിടെ പ്രദർശിപ്പിക്കും. ഇതൊക്കെയാണ് വകുപ്പ്. മറ്റതൊന്നുമില്ല. എന്തൊക്കെ കുത്തിവെച്ചിട്ടാണ് ഈ സാധനം കൊണ്ടുവരണമെന്ന് നമുക്കറിയോ? നാളെ നമുക്ക് കുട്ടികളില്ലാണ്ടാവും, നാളെ നമുക്ക് ഡിമെൻഷ്യ വരും.
നാളെ അൽഷിമേഴ്സ് വരും, നാളെ നമുക്ക് ഹൃദയാഘാതം വരും. എന്താ വല്ല പിടിയുണ്ടോ? എന്നിട്ട് അലുവേൻ്റെ ചുറ്റും അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ചുറ്റും ഈച്ച പൊതിഞ്ഞ പോലെ ആൾക്കാർ കാണാം, വിദ്യാസമ്പന്നരായിട്ടുള്ളവർ. അതിന് ചിദാനന്ദപുരസ്വാമി തട്ടുകടയ്ക്ക് എതിരാന്ന് പറയണ്ട, അങ്ങനെ ആരും പറഞ്ഞേക്കരുത്. പക്ഷേ തട്ടുകടയുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ വ്യവസ്ഥയിലൂടെ നിയന്ത്രിതമാക്കണം. അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സർട്ടിഫിക്കറ്റും സാനിറ്റേഷൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഫോർമാലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം. അല്ലാത്ത കട ഉണ്ടാവരുത്. കാരണം ഭക്ഷ്യവകുപ്പാണിത്, വലിയ പ്രശ്നമാണ്. നമ്മൾ കഴിക്കാൻ പോണത്, നമ്മൾ വിദ്യാസമ്പന്നർ എന്ന് പറയുന്നവരാണ് കഴിക്കാൻ പോണത്. നോക്കൂ, ഈ പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഓരോ ജില്ലയിലും മലം, മൂത്രം, രക്തം, കഫം പരിശോധിക്കാൻ എത്ര ലബോറട്ടറി ഉണ്ടാവും? 10,000 കണക്കിനുണ്ട്. ടൗണിൽ തന്നെ ഉണ്ടാവും 1,000 ഒക്കെ അല്ലേ? പാലക്കാട് ടൗണിൽ തന്നെ ഉണ്ടാവും. കോഴിക്കോട് ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. മലം പുറത്ത് പോയി കഴിഞ്ഞു, മൂത്രം പുറത്ത് പോയി കഴിഞ്ഞു, കഫം പുറത്ത് പോയി കഴിഞ്ഞു. ഇത് പരിശോധിക്കാൻ 10,000 കണക്കിന് ലാബുള്ള നമ്മുടെ നാട്ടിൽ അകത്തേക്ക് പോണത് പരിശോധിക്കാൻ എത്ര ലാബുണ്ട്? ഏതാ പരിശോധിക്കേണ്ടത്? അകത്തേക്ക് പോണതാണോ പുറത്തേക്ക് പോണതാണോ? ഇടേ അത് പചനം കഴിഞ്ഞ് പുറത്ത് പോയി, അകത്തേക്ക് പോണതല്ലേ പരിശോധിക്കേണ്ടത്. എന്താ അഭിപ്രായം? വേണം. ഓരോ പട്ടണത്തിലും അതിൻ്റെ സിസ്റ്റം കൃത്യമായി നടക്കണം. കൈക്കൂലി കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റരുത്. ഇതൊക്കെ പറയാന്നല്ലാണ്ട് എന്ത്? നമ്മൾ പറയും ഞാൻ മുഖ്യമന്ത്രിയായ നമുക്ക് ചെയ്യാമെന്ന് പറയും. ഞാൻ മുഖ്യമന്ത്രിയായ ഞാനും തഥൈവ. അതെ, കാരണം സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ മറ്റേ ആൾ വന്നു കഴിഞ്ഞാൽ ഒക്കെ കണക്ക് തന്നെയാണ്. ഒരു സ്ഥലത്ത് ഒരാൾ വെള്ളം പരിശോധിക്കാൻ കൊടുത്തു. സ്ഥലവും കാര്യമൊന്നും ചോദിക്കരുത്. അയ്യോ അത് കുടിക്കാൻ പറ്റില്ല, മുഴുവൻ കോളിഫോം ബാക്ടീരിയയാണ്. അത് കഴിഞ്ഞ് ഈ സ്ഥലത്തെ ഒരാൾ പോയി, എന്താ കേശവ? കേശവനല്ലാട്ടോ പേര് പറയാ. നീ എന്താ ഇങ്ങനെ സർട്ടിഫിക്കറ്റ്? അയ്യോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനമായിരുന്നോ? അതെ, എന്നാൽ ശരി ഒന്നും കൂടി കൊണ്ടുവരുട്ടോ. കൊണ്ടുവന്നു. കോളിഫോം ബാക്ടീരിയ ഇല്ല. അപ്പോഴോ ഒരു പൈസയും കൊടുത്തിട്ടില്ല, കൈക്കൂലി ഒന്നും കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുക കേട്ടോ. സ്വാമി വയസ്സ് കുറേ ആയില്ലേ, ഒരു ഡോക്ടർ പരിശോധിക്കുകയൊക്കെ വേണ്ടേ, കണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടേ? അതൊന്നും വേണ്ടാന്നേ, ഒരു 250 തന്നാൽ മതി, 500 തന്നാൽ മതി. ഡോക്ടർ പരിശോധിച്ച് 6/6 കാഴ്ചയാണ്, പിന്നെന്താ വേണ്ടത്? ഡോക്ടർ എവിടെ കാണുന്നു? ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ ഇതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു വിഷ്യ സർക്കിളാണ്. ഇത് മാറിയേ മതിയാവും. വലിയ കഷ്ടമാണ്. എന്തൊക്കെയാണ് കഴിക്കണമെന്ന് കണക്കില്ല. ഒന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യും, 2 ഭാഗത്തും കാണുന്ന ബോർഡുകൾ, ഒരു വസ്തു എത്തും പിടിയും കിട്ടില്ല. ഓരോന്നിൻ്റെ പേര് എന്തൊക്കെയാണ് പറയണത്, പുതിയ പുതിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയില്ല, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമ്മൾ കുറച്ചൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്യും ഇടയ്ക്ക്, കാണാൻ വേണ്ടി. എന്താണെന്നൊക്കെ മനസ്സിലാക്കണ്ടേ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആദ്യം കഴിച്ച് രോഗികളായിട്ട് തീരെ തന്നെ ആണല്ലോ. നമ്മൾ തന്നെയല്ലേ വെക്കണതും നമ്മൾ തന്നെയാണ്, കഴിക്കണതും നമ്മൾ. ഇതൊക്കെ സമൂഹമാണല്ലോ, രണ്ടും നമ്മൾ തന്നെയാണ്. വിൽക്കണവും നമ്മളാണ്, വാങ്ങണവും നമ്മളാണ്. വേറെ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല ഇത്. നമുക്ക് പറ്റിപ്പോകുന്ന കുഴപ്പത്തെക്കുറിച്ചാണ് പറയണത്. അതുകൊണ്ട് കഴിക്കുന്നത് ഈശ്വരന് നേദിക്കാൻ പറ്റുന്ന വസ്തു ആയിരിക്കണം, ആ മാത്രയിലായിരിക്കണം. ഭഗവാനുള്ള യജ്ഞമാണ് ഞാൻ ഈ കഴിക്കുന്നത് എന്നുള്ള ഭാവന വേണം. എന്നാൽ ഒരു കുഴപ്പമില്ല. എന്തൊരു വ്യവസ്ഥയാന്ന് നോക്കൂ. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ മൂക്ക് ഇവിടെയാറ്റ പോരായിരുന്നോ? മുകളിൽ തലേൻ്റെ മുകളിൽ സുഖമായിട്ട് വായു നല്ല സുഖമായിട്ട് കിട്ടില്ലേ? മാത്രമല്ല തലമുടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്യാനും എളുപ്പമാണ്. ഇവിടെ എല്ലാവരുടെയും മൂക്ക് ഇവിടെ എന്ത് സുഖമായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാക്കിയ എന്തിനാ? ശ്വാസോച്ഛ്വാസത്തിനല്ല,
ഇതിലേക്ക് കടന്നു പോകുന്ന ഓരോരുത്തരെയും മണത്തിട്ടാണ് വിടുന്നത്. വേണ്ടാട്ടോ എന്ന് പറയും ചില മണം അനുഭവിച്ചാൽ, ഇല്ലേ? അപ്പോൾ ഇതിനെ കഴിക്കരുത്, അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുള്ളത്. എന്താ ചെയ്യുക? ഇതൊക്കെ ആരോട് പറയാൻ? വലിയ കഷ്ടമാണ്. ശരി, ഇരിക്കട്ടെ.